ഇപ്പോഴത്തെ നെറ്റിപ്പട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൊത്തം നെറ്റിപ്പട്ടം 7 പൊളിച്ച് ഇട്ട് നിലത്ത് പായേലി വിരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ചെറുവത്തൂർ വലിയ കാരണവരായിരുന്നു മഹാരാജാവിൻ്റെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കൂടി കൊണ്ടുപോകുമ്പോൾ ഇതാണ്, അപ്പോൾ അതുകൊണ്ട് ഒരാനയ്ക്കുള്ള സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അന്ന് മഹാരാജാവ് പറഞ്ഞു എന്താണെന്നാ ചെറുവത്തൂർ എന്താ ചേർത്തോളൂ പറഞ്ഞു. അങ്ങോട്ട് കമന്ന് വീണ് കൈകൊണ്ട് വാരി കൂട്ടിയ സ്വർണം മുഴുവൻ എടുത്തിട്ടാണ് ഇന്നത്തെ കയ്യിൻ്റെ തൂശി, ഒരു കയ്യിലെടുത്തിട്ട് ഒരു തൂശി കുറ്റിയ പോലെ ആ നെറ്റിപ്പട്ടത്തിൻ്റെ കൊമലയുടെ ഉള്ളിൽ കൂടെ പോവില്ല. അത്രയും ആട്ടിക്കട്ടയ്ക്ക് ചിട്ടോടുകൂടി പണ്ട് തലയെക്കെട്ടണ ഇന്നത്തെ പോലത്തെ സ്വർണ്ണ തലക്കെട്ട് കോലും. ഈ കോലത്തിൻ്റെ പവറൊന്നും വേറെ ഒരു ദിക്കിലും കാണില്ല. അതാ ഭഗവതി ആ പൂക്കളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ കാണാം. അതും പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പവിഴം കൊണ്ട് കെട്ടിയ 2 പവിഴമാലയും 4 പവിഴമാലയും 2 ഇഴയിലുള്ള അവിൽമാലയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ അതിന് കൂടിയുണ്ട്. അത് ഓരോരുത്തർ വഴിപാട് ചെയ്യുന്ന 3-4 മാലയുണ്ട് കോലത്തിന്. അത് സ്വർണം തന്നെയുള്ളൂ. മറ്റുള്ള പൂക്കൾ ചേർത്ത ഇത് സ്വർണ്ണ കോലത്തുമില്ല. ചെറ്റിയോ മന്ദാരോ നന്ദ്യാരവട്ടോ തുളസി അങ്ങനെയുള്ള മാല കൊണ്ട് പുറത്ത് കെട്ടും, കോലം കവർ ചെയ്തിട്ട്. പിന്നെ ഊരത്ത് അമ്മ കാഞ്ചീപുരത്ത് വന്നത് ഓലക്കുടയിലാണെന്ന് അന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഓലക്കുടയുടെ പ്രാധാന്യം ഇന്നും നിത്യം ശിവയിരിക്കും. പട്ടുകുടയുടെ ഉള്ളിലും അതിൻ്റെ സാന്നിധ്യം ഇന്നുണ്ട്. പട്ടുകുട എഴുന്നള്ളിച്ച ആനയ്ക്ക് പട്ടുകുട പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓലക്കുട ഫിറ്റ് ചെയ്ത് അതുമേ സ്വർണം കൊണ്ടുള്ള കുതിരപ്പവൻ. പഴയകാലത്ത് 36 അത് പിന്നെ ഇപ്പോൾ ആ 36 വിൽക്കാശിൻ്റെ ഇതിൽ അതിനനുസരിച്ച് അവർ അളികളിടും. ഓലക്കുടയ്ക്ക് 1-ന് 4 അളി വെച്ചിട്ട് അങ്ങനെ 100 ചില്ലാനം അളികളിട്ടിരുന്ന ആ ഓലക്കുട പച്ചില നാഴിയിലുണ്ടാക്കിയതാണ്. അത് ഇന്നത്തെ കാലത്ത് പണിയാനൊക്കെ ആളുകൾ വളരെ കുറവാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഓലക്കുട ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഇതാണ്. ഓലക്കുട ഇല്ലാതെ കൊണ്ട് ഭഗവതി ഒരു ദിക്കിലേക്കും പോവില്ല. അത് ഇന്നുള്ളതല്ലാതെ ഓലക്കുടയിൽ വരികയായിരുന്നു. അതാണ് എൻ്റെ പ്രാധാന്യം.